ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ് ബൈറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് എഗ് ബൈറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാബേജോ ബീൻസോ നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി പച്ചക്കറികളൊക്കെ വേകാനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴറ്റി വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ച പച്ചക്കറികൾ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തണുത്ത ശേഷം വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ കട്ടിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഓരോ കുഴിയിലും ഒരു കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 തുള്ളി 3 തുള്ളി എണ്ണ മാത്രമേ ഒഴിക്കാവൂ. ഇനി ഇത് ഒരു ബ്രഷ് കൊണ്ടോ തുണി കൊണ്ടോ ഒന്ന് കുഴിയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് ഒഴിക്കുന്നത്. ഓരോ കുഴിയിലും ഓരോ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ഒന്ന് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. അടച്ചൊരു 4 മിനിറ്റ് വയ്ക്കാം. 4 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വേവിച്ചതുമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ
വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇനി ഇത് 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ എഗ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ബൈറ്റ്സ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ചൂടായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.